ഫെലോഷിപ്പാണ്. കലാകാരന്മാരുടെ പേരുകൾ വിളിക്കുന്നതിനനുസരിച്ച് വേദിയിലേക്ക് വന്ന് പുരസ്കാരങ്ങൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഫെലോഷിപ്പ് എ. അനന്തപത്മനാഭൻ. വീണവാദന രംഗത്തെ അനിഷേധ്യ കലാകാരനാണ് എ. അനന്തപത്മനാഭൻ. പിതാവിൽ നിന്നും പ്രാഥമിക പാഠങ്ങൾ അഭ്യസിച്ചതിന് ശേഷം വീണവാദനത്തിന് തൻ്റേതായ വഴി വെട്ടിത്തെളിക്കുകയായിരുന്നു. വീണ എന്ന സംഗീതോപകരണത്തിന് അനന്ത സാധ്യതകൾ സംഗീതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉപയോഗപ്പെടുത്തിയ അപൂർവം ചില കലാകാരരിൽ ഒരാളാണ് അദ്ദേഹം. ഓൾ ഇന്ത്യ റേഡിയോയിലെ ടോപ്പ് ഗ്രേഡ് ആർട്ടിസ്റ്റ് കൂടിയാണ്. കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീതത്തെ വീണയിൽ സംയോജിപ്പിച്ച് ത്രിവേണി സംഗമം എന്ന പേരിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന പ്രമേയത്തിൻ്റെ പ്രചാരണത്തിനായി അദ്ദേഹം ആവിഷ്കരിച്ച ആശയം ജനപ്രീതി നേടിയിരുന്നു. സംഗീതത്തിൻ്റെയും വീണവാദനത്തിൻ്റെയും വിവിധ മേഖലകളിൽ അഗാധമായ അറിവുള്ള അദ്ദേഹത്തിന് കേരള സംഗീത നാടക അക്കാദമി അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എ. അനന്തപത്മനാഭന് കേരള സംഗീത നാടക അക്കാദമി 2024 ഫെലോഷിപ്പ് നൽകി ആദരിക്കുന്നു. അടുത്തത് സേവ്യർ പുൽപ്പാട്ട്. നാടകം. നാടകത്തിൻ്റെ വിവിധ മേഖലകളിൽ എണ്ണമറ്റ സംഭാവനകൾ നൽകിയ കലാകാരനാണ് സേവ്യർ പുൽപ്പാട്ട്. നാടകകൃത്ത്, സംവിധായകൻ, നടൻ എന്നീ നിലകളിൽ അദ്ദേഹത്തിന് പേര് കേരളത്തിൽ സുപരിചിതമാണ്. അരനൂറ്റാണ്ടിലധികമായി കേരളത്തിലെ പ്രൊഫഷണൽ, അമേച്വർ നാടകരംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്നു. പ്രശസ്ത പ്രൊഫഷണൽ നാടക സമിതിയായ ആലുവ മൈത്രി കലാകേന്ദ്രത്തിൻ്റെ സ്ഥാപകൻ കൂടിയാണ്. 65-ലധികം നാടകങ്ങൾ രചിച്ചു. 100-ൽ പരം നാടകങ്ങൾ സംവിധാനം ചെയ്തു. 6000-ലധികം വേദികളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. നാടകരചന, സംവിധാനം, അവതരണം എന്നിവയ്ക്കുള്ള സംസ്ഥാന അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. അദ്ദേഹം കേരള സംഗീത നാടക അക്കാദമിയുടെ മുൻ വൈസ് ചെയർമാൻ കൂടിയായിരുന്നു. സേവ്യർ പുൽപ്പാടിന് കേരള സംഗീത നാടക അക്കാദമി നാടകത്തിനുള്ള ഫെലോഷിപ്പ് നൽകി ആദരിക്കുന്നു. കലാമണ്ഡലം സരസ്വതി. നൃത്തം. പാലക്കാട് കുഴൽമന്ദത്തെ തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച അവർ ചെറുപ്രായത്തിൽ തന്നെ സംഗീതത്തിലും നൃത്തത്തിലും താല്പര്യം പ്രകടിപ്പിച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കേരള കലാമണ്ഡലത്തിൽ ചേർന്നു. റാങ്കോടെ കലാവിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഭാസ്കർ റാവു, പത്മ സുബ്രഹ്മണ്യൻ, ചിത്ര വിശ്വേശ്വരൻ, കലാമണ്ഡല സത്യഭാമ, ഡോക്ടർ വെമ്പട്ടി ചിന്നസത്യം എന്നിവരുടെ കീഴിൽ നൃത്തം അഭ്യസിച്ചിട്ടുണ്ട്. 1972 കോഴിക്കോട് നൃത്യാലയ എന്ന പേരിൽ നൃത്തവിദ്യാലയം ആരംഭിക്കുകയും ചെയ്തു. പ്രശസ്ത കവികളുടെ കവിതകൾക്ക് നൃത്യഭാഷ്യം ഒരുക്കിയും നൃത്യാലയ പ്രസിദ്ധമായി. കേരള സംഗീത നാടക അക്കാദമി അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങൾ അവർ നേടിയിട്ടുണ്ട്. സാഹിത്യ കുലപതി MT വാസുദേവൻ നായരുടെ ജീവിത പങ്കാളി കൂടിയാണ് കലാമണ്ഡലം സരസ്വതി. കലാമണ്ഡലം സരസ്വതിയെ 2024 ഫെലോഷിപ്പ് നൽകി സംസ്ഥാന സർക്കാരിന് വേണ്ടി കേരള സംഗീത നാടക അക്കാദമി ആദരിക്കുന്നു. അക്കാദമിയുടെ അവാർഡുകളാണ് നൽകുന്നത്. ചേപ്പാട് A. വാമനൻ നമ്പൂതിരി, ശാസ്ത്രീയ സംഗീതം, വായ്പാട്ട്. കേരള സംഗീത നാടക അക്കാദമിയുടെ
2024 ശാസ്ത്രീയ സംഗീതം വായ്പാട്ടിനുള്ള അവാർഡ് നൽകി ആദരിക്കുന്നത് ചേപ്പാട് എ വാമനൻ നമ്പൂതിരി. ചേപ്പാട് എ വാമനൻ നമ്പൂതിരി 2024 അവാർഡ് സ്വീകരിക്കുന്നു. ആവണീശ്വരൻ SR വിനു അടുത്തതായി അവാർഡ് സ്വീകരിക്കുന്നത് ആവണീശ്വരൻ SR വിനു. ആദരിക്കുന്നു. ഇപ്പോൾ അവാർഡ് സ്വീകരിക്കുന്നത് ആവണീശ്വരൻ SR വിനു. വയലിൻ തൃക്കരിപ്പൂർ രാമകൃഷ്ണമാല ചെണ്ട. വടക്കേ മലബാറിൽ നിന്നുള്ള തൃക്കരിപ്പൂർ രാമകൃഷ്ണമാല അവാർഡ് സ്വീകരിക്കുന്നു. അടുത്തതായി മഹേഷ് മണി ഇപ്പോൾ അവാർഡ് സ്വീകരിക്കുന്നത് തൃക്കരിപ്പൂർ രാമകൃഷ്ണമാല. ചെണ്ടവാദ്യ കലാകാരനായ തൃക്കരിപ്പൂർ രാമകൃഷ്ണമാല. മഹേഷ് മണി തബല. പ്രസിദ്ധ തബലവാദകനായ മഹേഷ് മണി 2024 അവാർഡ് നൽകി സംസ്ഥാന സർക്കാരിന് വേണ്ടി കേരള സംഗീത നാടക അക്കാദമി ആദരിക്കുന്നു. മഹേഷ് മണി തബല. അടുത്തായി സ്റ്റീഫൻ ദേവസി ഇപ്പോൾ അവാർഡ് സ്വീകരിക്കുന്നത് മഹേഷ് മണി. സ്റ്റീഫൻ ദേവസി കീബോർഡ്. യുവ സംഗീതജ്ഞനാണ് സ്റ്റീഫൻ ദേവസി കേരള സംഗീത നാടക അക്കാദമി 2024 അവാർഡ് നൽകി ആദരിക്കുന്നു. സ്റ്റീഫൻ ദേവസി. അവാർഡ് നൽകി സ്റ്റീഫൻ ദേവസി അക്കാദമി ആദരിക്കുന്നു. അടുത്തത് മിൻമിനി ജോയ് ഇപ്പോൾ അവാർഡ് സ്വീകരിക്കുന്നത് സ്റ്റീഫൻ ദേവസി. മിൻമിനി ജോയ് ലളിത സംഗീതം എന്ന തമിഴ് ഗാനത്തിലൂടെ ഏവർക്കും സുപരിചിതയായ മിൻമിനി ജോയ്. നാടക അക്കാദമി സംസ്ഥാന സർക്കാരിന് വേണ്ടി 2024 അവാർഡ് നൽകി ആദരിക്കുന്നു. അടുത്തത് കോട്ടയം ആലീസ് ഇപ്പോൾ അവാർഡ് സ്വീകരിക്കുന്നത് മിൻമിനി ജോയ്. കോട്ടയം ആലീസ്. അടുത്തതായി ലളിത സംഗീതത്തിലൂടെ ഏവർക്കും സുപരിചിതയായ കോട്ടയം ആലീസ്. കോട്ടയം ആലീസിനെ ലളിത സംഗീതം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നൽകി ആദരിക്കുന്നു. കോട്ടയം ആലീസ് 2024 കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് സ്വീകരിക്കുന്നു. അടുത്തത് ഡോക്ടർ ശ്രീജിത്ത് രമണൻ, നാടകം, നടൻ, സംവിധായകൻ. സ്കൂൾ ഓഫ് ഡ്രാമ ഡയറക്ടർ കൂടിയായ അധ്യാപകനും നടനുമായ ഡോക്ടർ ശ്രീജിത്ത് രമണൻ നാടക നടൻ, സംവിധായകൻ എന്നീ മേഖലകളിലുള്ള കഴിവുകൾ പരിഗണിച്ച് കേരള സംഗീത നാടക അക്കാദമി 2024 അവാർഡ് നൽകി
ശ്രീജിത്ത് രമണനെ ആദരിക്കുന്നു. ഇപ്പോൾ അവാർഡ് സ്വീകരിക്കുന്നത് ഡോക്ടർ ശ്രീജിത്ത് രമണൻ. അടുത്തത് അജിത നമ്പ്യാർ, നാടകം. ഇപ്പോൾ അവാർഡ് സ്വീകരിക്കുന്നത് ഡോക്ടർ ശ്രീജിത്ത് രമണൻ. അടുത്തത് അജിത നമ്പ്യാർ, അഭിനേത്രി. 2024 അഭിനയത്തിനുള്ള അവാർഡ് അജിത നമ്പ്യാർക്ക് നൽകി കേരള സംഗീത നാടക അക്കാദമി ആദരിക്കുന്നു. അജിത നമ്പ്യാർ ഇപ്പോൾ അവാർഡ് സ്വീകരിക്കുന്നു. അടുത്തതായി വിജയൻ വി നായർ. ഇപ്പോൾ അവാർഡ് സ്വീകരിക്കുന്നത് അജിത നമ്പ്യാർ. അടുത്തതായി വിജയൻ വി നായർ, നാടക നടൻ, സംവിധായകൻ എന്നീ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച വിജയൻ വി നായർ കേരള സംഗീത നാടക അക്കാദമി 2024 അവാർഡ് നൽകി ആദരിക്കുന്നു. വിജയൻ വി നായർ. അടുത്തത് ബാബുരാജ് തിരുവല്ല. ഇപ്പോൾ അവാർഡ് സ്വീകരിക്കുന്നത് വിജയൻ വി നായർ. അടുത്ത ബാബുരാജ് തിരുവല്ല. അഭിനയത്തിനുള്ള അവാർഡ് നൽകി ബാബുരാജ് തിരുവല്ലയെ കേരള സംഗീത നാടക അക്കാദമി ആദരിക്കുന്നു. ബാബുരാജ് തിരുവല്ല. കേരള സംഗീത നാടക അക്കാദമിയുടെ 2024 അവാർഡ് സ്വീകരിക്കുന്നത് ബാബുരാജ് തിരുവല്ല, നാടക നടൻ. ജൂലിയസ് സീസർ ഒരു പഠന വിഷയമാക്കുകയാണ്. സീസറിനും ബ്രൂട്ടസിനും അറിയപ്പെടാത്ത ഒരു ആത്മബന്ധത്തിന്റെ കഥ. അടുത്തത് ബിന്ദു സുരേഷ്, അഭിനേത്രി. നാടക അഭിനയത്തിനുള്ള അവാർഡ് സ്വീകരിക്കുന്നത് ബിന്ദു സുരേഷ് ആദരിക്കുന്നു. ബിന്ദു സുരേഷ്. അടുത്തത് ഇപ്പോൾ അവാർഡ് സ്വീകരിക്കുന്നത് ബിന്ദു സുരേഷ്, കപില, കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത്. കൂടിയാട്ടത്തെയും നങ്ങ്യാർകൂത്തിനെയും അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയാക്കിയ കലാകാരിയാണ് കപില. ഇപ്പോൾ അവാർഡ് സ്വീകരിക്കുന്നത് ബിന്ദു സുരേഷ്. അടുത്തതായി കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത് കലാകാരി കപില. കൂടിയാട്ടത്തെയും നങ്ങ്യാർകൂത്തിനെയും ലോകശ്രദ്ധയിലെത്തിച്ച കലാകാരി കപില. 2024 അവാർഡ് നൽകി സംസ്ഥാന സർക്കാരിന് വേണ്ടി കേരള സംഗീത നാടക അക്കാദമി കപിലയെ ആദരിക്കുന്നു. കലാമണ്ഡലം സോമൻ, കഥകളി വേഷം. അടുത്തതായി അവാർഡ് സ്വീകരിക്കുന്നത് കലാമണ്ഡലം സോമൻ, കഥകളി വേഷം. 2024 അവാർഡ് നൽകി കലാമണ്ഡലം സോമൻ ആദരിക്കുന്നു. ഇപ്പോൾ അവാർഡ് സ്വീകരിക്കുന്നത് കലാമണ്ഡലം സോമൻ. കലാമണ്ഡലം സോമൻ കഥകളി വേഷത്തിനുള്ള അവാർഡ് സ്വീകരിക്കുന്നു. അടുത്തത് ഡോക്ടർ കലാമണ്ഡലം രജിത രവി, നൃത്തം, മോഹിനിയാട്ടം. മോഹിനിയാട്ട നൃത്തരംഗത്ത് പ്രതിഭ തെളിയിച്ച കലാമണ്ഡലം രജിത രവി കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നൽകി ആദരിക്കുന്നു.
അക്കാദമിയുടെ അവാർഡ് സ്വീകരിക്കുന്നത് ഡോക്ടർ കലാമണ്ഡലം രഞ്ജിത രവി. അപർണ വിനോദ് മേനോൻ, നൃത്തം ഭരതനാട്യം. ഭരതനാട്യ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് അപർണ വിനോദ് മേനോന് കേരള സംഗീത നാടക അക്കാദമി 2024 അവാർഡ് നൽകി ആദരിക്കുന്നു. ഇപ്പോൾ അവാർഡ് സ്വീകരിക്കുന്നത് അപർണ വിനോദ് മേനോൻ, നൃത്തം ഭരതനാട്യം. കലാഭവൻ സലീം. അടുത്തതായി കലാഭവൻ സലീം അനുകരണ കലയിലെ പ്രതിഭ പരിഗണിച്ച് കേരള സംഗീത നാടക അക്കാദമി കലാഭവൻ സലീമിന് 2024 അവാർഡ് നൽകി ആദരിക്കുന്നു. കലാഭവൻ സലീം ശബ്ദാനുകരണ കല. അടുത്തത് ബാബു കോടഞ്ചേരി കഥാപ്രസംഗ കലയിലെ ശ്രദ്ധേയനായ കഥാകാരൻ ബാബു കോടഞ്ചേരി 2024 അവാർഡ് നൽകി ആദരിക്കുന്നു. ബാബു കോടഞ്ചേരി. ഇപ്പോൾ അവാർഡ് സ്വീകരിക്കുന്നത് കാഥികൻ ബാബു കോടഞ്ചേരി. സുഹൃത്തുക്കളെ, അവാർഡ് സമർപ്പണം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് ഗുരുപൂജ പുരസ്കാരം. ഗുരുപൂജ പുരസ്കാരത്തിൽ ആദ്യം MP ബാബു നരേന്ദ്രൻ കടയ്ക്കൽ, ശാസ്ത്രീയ സംഗീതം. അക്കാദമിയുടെ 2024 ഗുരുപൂജ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് MP ബാബു നരേന്ദ്രൻ കടയ്ക്കൽ, ശാസ്ത്രീയ സംഗീതം. അടുത്ത ഗുരുപൂജ പുരസ്കാരം KS സുജാത. ശാരീരിക അസ്വാസ്ഥ്യം കാരണം KS സുജാതയ്ക്ക് ഈ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. പകരം കേരള സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സണും ഗായികയുമായ പുഷ്പവതി KS സുജാതയ്ക്ക് വേണ്ടി പുരസ്കാരം സ്വീകരിക്കുന്നു. KS സുജാതയുടെ അസാന്നിധ്യത്തിൽ പുഷ്പവതി, അക്കാദമി വൈസ് ചെയർപേഴ്സണും വിഖ്യാത ഗായികയുമായ പുഷ്പവതി KS സുജാതയ്ക്ക് വേണ്ടി പുരസ്കാരം സ്വീകരിക്കുന്നു. ഗുരുപൂജ പുരസ്കാരം. അടുത്തത് ചെമ്പഴന്തി ചന്ദ്രബാബു, ഗാനരചനയ്ക്ക് ചെമ്പഴന്തി ചന്ദ്രബാബുവിനെ 2024 ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിക്കുന്നു. പുരസ്കാരം സ്വീകരിക്കുന്നത് ചെമ്പഴന്തി ചന്ദ്രബാബു, ഗാനരചന. കലാമണ്ഡലം ലീലാമണി TN, നൃത്തം. നൃത്തരംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് കലാമണ്ഡലം ലീലാമണി കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിക്കുന്നു. ഇപ്പോൾ ഗുരുപൂജ പുരസ്കാരം സ്വീകരിക്കുന്നത് കലാമണ്ഡലം ലീലാമണി TN, നൃത്തം. ഇപ്പോൾ
ഗുരുപൂജ പുരസ്കാരം സ്വീകരിക്കുന്നത് കലാമണ്ഡലം ലീലാമണി ടി. അടുത്തത് ബേണി പീച്ച്, ഗിറ്റാർ മാൻഡോലിൻ. ഗിറ്റാർ മാൻഡോലിൻ വാദന രംഗത്ത് കഴിവുകൾ പരിഗണിച്ച് കേരള സംഗീത നാടക അക്കാദമി ബേണി പീച്ച് ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിക്കുന്നു. അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം സ്വീകരിക്കുന്നത് ബേണി പീച്ച്, ഗിറ്റാർ മാൻഡോലിൻ. കോട്ടയ്ക്കൽ നാരായണൻ, കഥകളി സംഗീതം. അടുത്തത് ഗുരുപൂജ പുരസ്കാരം കോട്ടയ്ക്കൽ നാരായണൻ, കഥകളി സംഗീതം. രണ്ടായിരത്തി 2024 ഗുരുപൂജ പുരസ്കാരം സ്വീകരിക്കുന്നത് കോട്ടയ്ക്കൽ നാരായണൻ, കഥകളി സംഗീതം. അടുത്തത് പാറശാല വിജയൻ, നാടക നടൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ 2024 ഗുരുപൂജ പുരസ്കാരം നൽകി പാറശാല വിജയനെ ആദരിക്കുന്നു. പാറശാല വിജയൻ, നാടക നടൻ. അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം സ്വീകരിക്കുന്നത് പാറശാല വിജയൻ. അടുത്തത് PAM ഹനീഫ്, നാടകകൃത്ത്. ഇപ്പോൾ അവാർഡ് സ്വീകരിച്ചത് പാറശാല വിജയൻ. അടുത്തത് PAM ഹനീഫ്. 21 വർഷക്കാലം ഞാനും സാംസ്കാരിക നാടകരചനാ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് PAM ഹനീഫിനെ കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിക്കുന്നു. PAM ഹനീഫ്, നാടകകൃത്ത്. അടുത്തത് MT അന്നൂർ, നാടകം സംവിധായകൻ, നടൻ. നാടക സംവിധായകൻ, നടൻ എന്നീ നിലകളിൽ കഴിവ് തെളിയിച്ച MT അന്നൂരിനെ കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിക്കുന്നു. ചലച്ചിത്ര ജീവിതം ആരംഭിക്കുന്നത് 1998 പ്രദർശനത്തിനെത്തിയ കാറ്റത്തൊരു പെൺപൂവ് ദ്രാവിഡൻ MT അന്നൂർ 2024 ഗുരുപൂജ പുരസ്കാരം സ്വീകരിക്കുന്നു. 2000 പുറത്തിറങ്ങിയ മനസ്സിലൊരു മഴത്തുള്ളി എന്ന ചിത്രത്തിലെ MT അന്നൂർ, നാടകം സംവിധായകൻ, നടൻ. അടുത്തത് കൊല്ലം തുളസി, നടൻ, നാടകകൃത്ത് എന്നീ നിലകളിൽ കഴിവ് തെളിയിച്ച കൊല്ലം തുളസി 2024 ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിക്കുന്നു. കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം സ്വീകരിക്കുന്നത് കൊല്ലം തുളസി. അടുത്തത് KPAC രാജേന്ദ്രൻ, ഗുരുപൂജ പുരസ്കാരം KPAC രാജേന്ദ്രൻ. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിലെ പരമപിള്ളയെ ഇപ്പോഴും അരങ്ങിൽ അനശ്വരനാക്കുന്ന KPAC രാജേന്ദ്രൻ. KPAC രാജേന്ദ്രൻ കേരള സംഗീത നാടക അക്കാദമി 2024 ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിക്കുന്നു. അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം സ്വീകരിക്കുന്നത്
KPSC രാജേന്ദ്രൻ. അടുത്തത് സുദർശനൻ വർണ്ണം. നാടകം രംഗശില്പം. നാടക രംഗശില്പത്തിൽ പ്രതിഭ തെളിയിച്ച സുദർശനൻ വർണ്ണം കേരള സംഗീത നാടക അക്കാദമി 2024 ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിക്കുന്നു. സുദർശനൻ വർണ്ണം. അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം സ്വീകരിക്കുന്നത് സുദർശനൻ വർണ്ണം. KKR കായിപ്പുറം. നാടകം നാടകകൃത്ത്. KKR കായിപ്പുറം. KK രത്തിന. നാടകരചനയിൽ കഴിവ് തെളിയിച്ച KKR കായിപ്പുറത്തിന് കേരള സംഗീത നാടക അക്കാദമി 2024 ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിക്കുന്നു. ഗുരുപൂജ പുരസ്കാരം സ്വീകരിക്കുന്നത് KKR കായിപ്പുറം. അടുത്തത് മാന്നാനം B വാസുദേവൻ. ശാസ്ത്രീയ സംഗീതം. ശാസ്ത്രീയ സംഗീത രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് കേരള സംഗീത നാടക അക്കാദമി മാന്നാനം B വാസുദേവൻ 2024 ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിക്കുകയാണ്. ഗുരുപൂജ പുരസ്കാരം നൽകി മാന്നാനം B വാസുദേവനെ ആദരിക്കുന്നു. ഇപ്പോൾ ഗുരുപൂജ പുരസ്കാരം സ്വീകരിക്കുന്നത് മാന്നാനം B വാസുദേവൻ. അടുത്തത് കലാമണ്ഡലം അംബിക. ഇപ്പോൾ പുരസ്കാരം സ്വീകരിക്കുന്നത് മാന്നാനം B വാസുദേവൻ. അടുത്തത് കലാമണ്ഡലം അംബിക. ശാസ്ത്രീയ സംഗീതം. ശാസ്ത്രീയ സംഗീതത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് കേരള സംഗീത നാടക അക്കാദമി കലാമണ്ഡലം അംബികയെ 2024 ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിക്കുന്നു. ഇപ്പോൾ ഗുരുപൂജ പുരസ്കാരം സ്വീകരിക്കുന്നത് കലാമണ്ഡലം അംബിക. ശാസ്ത്രീയ സംഗീതം. അടുത്തത് കരിയപ്പിള്ളി മുഹമ്മദ്. നാടകം ദീപപിത. അടുത്തത് കരിയപ്പിള്ളി മുഹമ്മദാണ്. PJ ആന്റണിയോടൊപ്പം പ്രവർത്തിച്ച അതുല്യ കലാകാരനാണ് കരിയപ്പിള്ളി മുഹമ്മദ്. അരങ്ങിലെ ദീപവിധാനത്തിന് കേരള സംഗീത നാടക അക്കാദമി കരിയപ്പിള്ളി മുഹമ്മദിന് 2024 ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിക്കുന്നു. അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം സ്വീകരിക്കുന്നത് കരിയപ്പിള്ളി മുഹമ്മദ്. PJ ആന്റണിയോടൊപ്പം പ്രവർത്തിച്ച അത്രയും ജീവിതാനുഭവങ്ങളുള്ള കരിയപ്പിള്ളി മുഹമ്മദ്. ഇപ്പോൾ ഗുരുപൂജ പുരസ്കാരം സ്വീകരിക്കുന്നത് കരിയപ്പിള്ളി മുഹമ്മദ്. അടുത്തത് കുട്ടമത്ത് ജനാർദ്ദനൻ. ഓട്ടംതുള്ളൽ. ഓട്ടംതുള്ളൽ കലാകാരനായ കുട്ടമത്ത് ജനാർദ്ദനൻ കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം സ്വീകരിക്കുന്നു. ഗുരുപൂജ പുരസ്കാരം സ്വീകരിക്കുന്നത്
കുട്ടമത്ത് ജനാർദ്ദനൻ. കുട്ടമത്ത് ജനാർദ്ദനൻ ഓട്ടൻതുള്ളൽ. അടുത്തത് KV ജയപ്രകാശൻ തബല. തബലവാദന രംഗത്തിൽ അതുല്യ പ്രതിഭയായ KV ജയപ്രകാശൻ കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിക്കും. KV ജയപ്രകാശൻ തബല. തബലവാദന രംഗത്ത് അതുല്യ പ്രതിഭയായ KV ജയപ്രകാശനെ കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിക്കുന്നു. ഇപ്പോൾ ഗുരുപൂജ പുരസ്കാരം സ്വീകരിക്കുന്നത് KV ജയപ്രകാശൻ. അടുത്തത് നെട്ടയം സൈനുദ്ദീൻ. നാടകം. 7 പതിറ്റാണ്ടായി നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന നെട്ടയം സൈനുദ്ദീൻ. നാടകരംഗത്ത് 7 പതിറ്റാണ്ടിലധിക കാലം പ്രവർത്തിച്ച നെട്ടയം സൈനുദ്ദീൻ നെട്ടയം സൈനുദ്ദീൻ കേരള സംഗീത നാടക അക്കാദമി 2024 ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിക്കുന്നു. അടുത്തത് കിളിയൂർ സദൻ കഥാപ്രസംഗം. അടുത്തതായി ഗുരുപൂജ പുരസ്കാരം സ്വീകരിക്കുന്നത് കിളിയൂർ സദൻ കഥാപ്രസംഗം. കിളിയൂർ സദൻ. അടുത്തതായി മുക്കം സലീം മൃദംഗം. മൃദംഗവാദന രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് കേരള സംഗീത നാടക അക്കാദമി മുക്കം സലീമിന് ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിക്കുന്നു. ഇപ്പോൾ പുരസ്കാരം സ്വീകരിക്കുന്നത് മുക്കം സലീം. അടുത്തത് കലാഭവൻ നൗഷാദ്. പ്രസിദ്ധ ശബ്ദാനുകരണ കലാകാരൻ കലാഭവൻ നൗഷാദ്. മിമിക്രിക്കുള്ള 2024 ഗുരുപൂജ പുരസ്കാരം സ്വീകരിക്കുന്നത് കലാഭവൻ നൗഷാദ്. കലാഭവൻ നൗഷാദിനെ കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിക്കുന്നു. ശബ്ദാനുകരണ കലയ്ക്ക് അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം ലഭിച്ച നൗഷാദ് ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ഐറ്റം കാണിക്കുകയാണ്. അതിനുവേണ്ടി നൗഷാദ് ക്ഷണിക്കുന്നു. ഹലോ എന്തായാലും ഈ വേദിയിൽ എനിക്ക് ഇത്തരത്തിൽ ഒരവസരം തന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി.
പിന്നെ എന്നെ പരിഗണിച്ച ബഹുമാനപ്പെട്ട മുരളിച്ചേട്ടൻ, മട്ടന്നൂർ ശങ്കരൻ കുട്ടിച്ചേട്ടൻ എന്നിവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. സ്പെഷ്യൽ താങ്ക്സ് ടു മൈ ബെലവഡ് ഫ്രണ്ട് KS പ്രസാദ്. ഓക്കെ, താങ്ക് യു. ഞാനൊരു പെട്ടെന്ന് കുറച്ച് നേരം പ്രിപ്പയർഡ് അല്ല, എന്നാൽ പോലും ഒരു മിമിക്രി എന്നുള്ള കല എല്ലാ കലകളുടെയും സംക്ഷിപ്ത രൂപമാണ്. മിമിക്രി എന്നത് സിനിമയുടെ മുന്നോടിയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ഇംഗ്ലീഷ് ചലച്ചിത്രത്തിൻ്റെ ട്രailer അവതരിപ്പിക്കാം. Yes, it's thank you. No, if you can't reduce security terrible, you can use it. Why should we take this time? If you kiss me like how it is the fireman's camp that I come back to the fireman army. Thank you very much. താങ്ക് യു നൗഷാദ്. പുരസ്കാരങ്ങൾ സ്വീകരിച്ച കലാകാരരെ പ്രതിനിധീകരിച്ച് അനന്തപത്മനാഭൻ 2 വാക്ക് സംസാരിക്കുകയാണ്. പ്രതിസ്പന്ദത്തിന് വേണ്ടി അനന്തപത്മനാഭനെ ആദരവോടെ ക്ഷണിക്കുന്നു.